ശ്രീഹരയേ നമ. നമസ്കാരം. അഗ്നിമഹാപുരാണം രാമായണ കഥ തുടരുന്നു. യുദ്ധകാണ്ഡമാണ് ഈ അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. രാമോക്തശ്ചാംഗദോ ഗത്വാ രാവണം പ്രാഹ ജാനകി ദീയതാം ഗധവായാശു അന്യഥാ ത്വമരിഷ്യസി. ശ്രീരാമന്റെ നിർദ്ദേശമനുസരിച്ച് അംഗദൻ രാവണന്റെ അടുത്ത് ചെന്ന് സീതാദേവിയെ വിട്ടു നൽകിയില്ല എങ്കിൽ അങ്ങ് യുദ്ധത്തിന് തയ്യാറാവൂ, അത് അങ്ങയുടെ മരണത്തിൽ കലാശിക്കും എന്നറിയിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണിത്. ഈ അംഗദ ദൂത് വാത്മീകി രാമായണത്തിലും പ്രത്യേകിച്ചും കമ്പരാമായണത്തിലെല്ലാം വളരെ ഭംഗിയായി പറഞ്ഞിട്ടുള്ള ഒന്നാണ് ഈ അംഗദ ദൂത്. അതിന് മറുപടിയായി യുദ്ധം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് രാവണൻ അറിയിക്കുകയാണ്. ശ്രീരാമൻ യുദ്ധസന്നദ്ധനായി വാനരന്മാരോടൊപ്പം ലങ്കയിലേക്ക് പ്രവേശിക്കുകയാണ്. ഹനുമാൻ, മൈന്ദൻ, ദ്വിവിധൻ, ജാംബവാൻ, നളൻ, നീലൻ, അംഗദൻ തുടങ്ങിയിട്ടുള്ള ശക്തിശാലികളായിട്ടുള്ള വാനരന്മാർ, ഒപ്പം തന്നെ സുഗ്രീവനുണ്ട്. രാക്ഷസന്മാരും വാനരന്മാരും തമ്മിലുള്ള ഘോരമായിട്ടുള്ള യുദ്ധം ആരംഭിച്ചു. ഒരു പർവ്വത ശിഖരം തന്നെ പിഴുതെടുത്തിട്ടാണ് ഹനുമാൻ ധൂമ്രാക്ഷനെ നിഗ്രഹിച്ചത്. അകമ്പരനെയും പ്രഹസ്തനെയും നീലനാണ് നിഗ്രഹിക്കുന്നത്. ഇന്ദ്രജിത്ത് നഖപാശം കൊണ്ട് രാമലക്ഷ്മണന്മാരെ ബന്ധിക്കുമ്പോൾ ഗരുഡനാണ് അതിൽ നിന്ന് അവർക്ക് മോചനം നൽകുന്നത്. ഒടുവിൽ രാവണൻ കുംഭകർണനെ ഉണർത്തുകയും ഉണർന്നെണീറ്റ കുംഭകർണൻ വളരെയധികം മദ്യം പാനം ചെയ്ത് ഭക്ഷണം കഴിച്ചിട്ട് രാവണനോട് പറയാണ്, സീതായാ ഹരണം പാപം എന്ന് ഒക്കെ ഉപദേശിക്കുന്നുണ്ട് രാവണനോട് കുംഭകർണൻ. അങ്ങേ സീതയെ അപഹരിച്ചത് തെറ്റ് തന്നെയാണ്. എന്നിരുന്നാലും കൃതം ത്വം ഹി ഗുരുരിയത, ഗുരുവായതുകൊണ്ട്, ജ്യേഷ്ഠനാണ്, ഗുരുതുല്യനാണ്, പിതൃതുല്യനാണ്, അതുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്യാം. അങ്ങനെ കുംഭകർണൻ വാനരന്മാരെ നേരിട്ടു. സുഗ്രീവനുമായിട്ടുള്ള യുദ്ധത്തിൽ സുഗ്രീവൻ കുംഭകർണന്റെ മൂക്കും ചെവിയുമൊക്കെ അരിഞ്ഞു കളഞ്ഞു. പക്ഷേ അപ്പോഴും വാനരന്മാരെ കൊന്നു ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കുംഭകർണൻ. ഒടുവിൽ ശ്രീരാമൻ ആ കുംഭകർണന്റെ കൈകാലുകളും ശിരസ്സും അരിഞ്ഞു വീഴ്ത്തി. അനേകം ശക്തിശാലികളായിട്ട് രാക്ഷസന്മാരെ നിഗ്രഹിച്ചു ശ്രീരാമനും ലക്ഷ്മണനും സുഗ്രീവനുമെല്ലാം. ഒരവസരത്തിൽ യുദ്ധത്തിൽ നാഗപാശം കൊണ്ട് രാമാദികളെ ശ്രീരാമനെയും ഒക്കെ ബന്ധിക്കുമ്പോൾ വിശല്യകമെന്ന ഔഷധ പ്രയോഗത്തിലെ കൂടിയിട്ട് അവരെ രക്ഷിക്കുകയാണ് ഹനുമാൻ. അതിനുശേഷം നികുംഭിലയിൽ ആഭിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഇന്ദ്രജിത്തിനെ ലക്ഷ്മണൻ നിഗ്രഹിച്ചു. ഒടുവിൽ ദുഃഖിതനായിത്തീരുന്ന ആ രാവണൻ സീതാദേവിയെ നിഗ്രഹിക്കുവാനായിട്ട് പുറപ്പെടുകയാണ്. അപ്പോൾ ആ വിന്ധ്യൻ രാവണനെ തടഞ്ഞു.
വീണ്ടും രാവണൻ ശ്രീരാമനോട് യുദ്ധത്തിനായിട്ട് പുറപ്പെടുന്നു. അപ്പോഴേക്കും ദേവേന്ദ്രന്റെ നിർദ്ദേശമനുസരിച്ച് മാതലി ശ്രീരാമന് തേര് കൊണ്ടുവന്ന് നൽകുന്നു. ഒടുവിൽ രാമരാവണ യുദ്ധം രാമരാവണയോർ യുദ്ധം രാമരാവണയോരിവ, വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പരാമർശമാണത്. രാമരാവണ യുദ്ധത്തിന് സമാനമായി രാമരാവണ യുദ്ധം മാത്രമേ ഉള്ളൂ. കുരുക്ഷേത്ര യുദ്ധത്തിൽ പോലും അത്രയും ഭീതിതമായ ഒരു യുദ്ധം ഉണ്ടായിട്ടില്ല. വളരെ അധികം സമയം അതിശക്തമായിട്ടുള്ള യുദ്ധം നടന്നു. രാവണന്റെ ഓരോ ശിരസ് അരിഞ്ഞു വീഴ്ത്തുമ്പോഴും ആ സ്ഥാനത്ത് മറ്റൊന്ന് പൊട്ടിമുളച്ചു വരികയാണ്. ഏറ്റവും ഒടുവിൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് ആ രാവണന്റെ ഹൃദയം പിളർന്ന് രാവണനെ ശ്രീരാമൻ താഴെ വീഴ്ത്തി. അവശേഷിക്കുന്ന രാക്ഷസന്മാർ വിലപിക്കാൻ തുടങ്ങി. തുടർന്ന് ശ്രീരാമന്റെ നിർദ്ദേശമനുസരിച്ച് വിഭീഷണൻ ആ അവശേഷിക്കുന്ന രാക്ഷസന്മാരെയും രാക്ഷസികളെയും ആശ്വസിപ്പിച്ച് തൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള രാവണനു വേണ്ടി ഉദകക്രിയയെല്ലാം ചെയ്തു. അതിനുശേഷം ആ സീതാദേവിയെ, അഗ്നിശുദ്ധി വരുത്തിയ സീതയെ ശ്രീരാമൻ സ്വീകരിക്കുന്നു. ഇന്ദ്രാദി ദേവന്മാർ സ്തുതിച്ചു. അങ്ങ് രാക്ഷസന്മാരുടെ നാശകാരണനായിട്ടുള്ള മഹാവിഷ്ണു തന്നെയാണ് ബ്രഹ്മാവ്, ദശരഥൻ. അവരെല്ലാവരും അത്തരത്തിൽ സ്തുതിക്കുന്നു. തുടർന്ന് ശ്രീരാമന്റെ നിർദ്ദേശമനുസരിച്ച് ദേവേന്ദ്രൻ വാനരന്മാരെ മുഴുവൻ ഉയർത്തിയെഴുന്നേൽപ്പിച്ചു. ശ്രീരാമന്റെ ആ പൂജയെ ഏറ്റുവാങ്ങി ദേവന്മാരെല്ലാം മടങ്ങി. ലങ്കയുടെ ആധിപത്യം വിഭീഷണന് നൽകിക്കൊണ്ട് ഇവിടുന്ന് സീതാദേവിയോട് കൂടിയിട്ട് ആ വിഭീഷണൻ അവർക്ക് പോകാനായി തയ്യാറാക്കിയ പുഷ്പക വിമാനത്തിൽ തിരിച്ച് യാത്രയാവുകയാണ്. വളരെയധികം സന്തോഷത്തോടുകൂടി ആ മടക്കയാത്രയിൽ സീതാദേവിക്ക് വഴിയിലുള്ള കാടും മറ്റു കാഴ്ചകളുമെല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ മടങ്ങി ഭരദ്വാജ ആശ്രമത്തിലെത്തി ഭരദ്വാജ മഹർഷിയെ നമസ്കരിച്ച് തുടർന്ന് നന്ദിഗ്രാമത്തിലെത്തുന്നു. ആ ഭരതൻ ശ്രീരാമനെ സ്വീകരിച്ചു അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. വസിഷ്ഠാദീൻ നമസ്കൃത്യ കൗസല്യാം ചൈവ കൈകയും സുമിത്രാം പ്രാപ്ത രാജ്യോധ ദ്വിജാദീൻ സോഭ്യപൂജയൽ. കൗസല്യ, കൈകേയി, സുമിത്ര എന്നീ അമ്മമാരെ നമസ്കരിച്ച് ഗുരുനാഥനായിട്ടുള്ള വസിഷ്ഠനെ നമസ്കരിച്ച് രാജ്യഭരണം സ്വീകരിക്കുകയാണ്. സജ്ജനങ്ങളെ പൂജിക്കുകയും അശ്വമേധയാഗാദികളെയൊക്കെ ചെയ്തും അനവധി തരത്തിലുള്ള ദാനങ്ങളെല്ലാം നടത്തി തന്റെ പ്രജകളെ പുത്രന്മാരെ പോലെ പരിപാലിച്ചു. ധർമാർത്ഥകാമങ്ങളെ വേണ്ടതുപോലെ സംരക്ഷിച്ച് ദുഷ്ടനിഗ്രഹം ചെയ്ത് അങ്ങനെ ലോകം മുഴുവനും ധർമ്മത്തിൽ അധിഷ്ഠിതമായി തീർന്നു. നാകാലമരണം ജാസി രാമേ രാജ്യം പ്രശാസതി. ശ്രീരാമന്റെ ഭരണകാലത്ത്
എവിടെയും അകാലമരണമൊന്നും ഉണ്ടായിരുന്നില്ല, കാലമരണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ യുദ്ധകാണ്ഡത്തെ സമർപ്പിക്കുന്നത്. രാമായണ കഥയിൽ ഉത്തരകാണ്ഡം, ഉത്തരരാമായണം പറഞ്ഞുകൊണ്ട് ഈ രാമായണ വർണ്ണനം സമർപ്പിക്കുകയാണ്. ശ്രീരാമന്റെ രാജ്യഭരണം നടക്കവേ ഒരിക്കൽ ശ്രീരാമന്റെ സമീപത്ത് എത്തിയതായിട്ടുള്ള അഗസ്ത്യൻ തുടങ്ങിയിട്ടുള്ള മഹർഷിമാർ പറയുകയാണ്, ധന്യസ്ത്വം വിജയീ യസ്മാത് ഇന്ദ്രജിതു വിനിപാതിത ബ്രഹ്മാത്മജ പുലസ്ത്യോഭൂൽ വിശ്വവാതസ്യ കൈകസി. ഇന്ദ്രജിത്തിനെ പോലും തോൽപ്പിക്കാൻ കഴിഞ്ഞ അങ്ങ് തീർച്ചയായും ധന്യനാണ്. ബ്രഹ്മാവിന്റെ മകനാണ് പുലസ്ത്യൻ, പുലസ്ത്യന്റെ മകനാണ് വിശ്വവസ്. ആ വിശ്വവസിന് 2 പത്നിമാരാണ്, കൈകസിയും പുഷ്പോൽക്കടയും. ആദ്യ പത്നിയായ ആ പുഷ്പോൽക്കടയിലുണ്ടായ പുത്രനാണ് കുബേരൻ അഥവാ വൈശ്രവണൻ. അടുത്ത പത്നിയായിട്ടുള്ള കൈകസിയിലാണ് രാവണന്റെ ജനനം. 10 തലകളും 20 കൈകളുമൊക്കെ ആയിട്ടുള്ള രാവണൻ. മറ്റ് 2 പേർ രാവണന്റെ സഹോദരന്മാരായിട്ട് കുംഭകർണനും വിഭീഷണനും. തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തി വരങ്ങൾ നേടുകയും അങ്ങനെ ദേവന്മാരെയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് രാവണൻ തന്റെ ആ ഒരു ഭരണം തുടരുകയാണ്. കുംഭകർണനാവട്ടെ ഒരു തമോ ഗുണപ്രധാനി ആയിരുന്നു. എപ്പോഴും നിദ്ര, ഉറക്കമുണർന്നു കഴിഞ്ഞാൽ വളരെയധികം ആഹാരം കഴിക്കുക, വളരെയധികം ഭക്ഷിക്കുക. എന്നാൽ ഈ 3 പേരിൽ വിഭീഷണൻ സത്വഗുണപ്രധാനിയായിരുന്നു, ധർമ്മിഷ്ഠനായിരുന്നു. ഇവരുടെ സഹോദരിയായിരുന്നു ശൂർപ്പണഖ. രാവണന്റെ പുത്രനാണ് മേഘനാഥൻ. ഇന്ദ്രനെ ജയിച്ചതുകൊണ്ട് ഇന്ദ്രജിത്ത് എന്നൊരു പേരും ഉണ്ട്. രാവണനേക്കാൾ കരുത്തനാണ് ഇന്ദ്രജിത്ത്. അല്ലയോ ഭഗവാനെ, ഇവിടെ അഗസ്ത്യൻ പറയുകയാണ്, ദേവന്മാരെ രക്ഷിക്കാനായി അങ്ങ് ലക്ഷ്മണനെ കൊണ്ട് ഇന്ദ്രജിത്തിനെ നിഗ്രഹിച്ചു. അത്തരത്തിൽ ആ ശ്രീരാമനെ അനുമോദിച്ചുകൊണ്ടും സ്തുതിച്ചുകൊണ്ടും അഗസ്ത്യാദികൾ മടങ്ങിപ്പോയി. ദേവന്മാരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീരാമൻ ശത്രുഘ്നനെ നിയോഗിച്ച് ആ ലവണാസുരനെ നിഗ്രഹിക്കുന്നു. മധുരയിലെ വളരെയധികം 3 കോടി എന്നൊരു കണക്കാണ് ഇവിടെ പറയുക. അത്രയധികം ശൈലൂഷപുത്രന്മാരെ ശ്രീരാമചന്ദ്രന്റെ നിർദ്ദേശമനുസരിച്ച് ഭരതൻ നിഗ്രഹിക്കുകയാണ്. ശൈലൂഷൻ മധുരയിലെ ഒരു രാജാവായിരുന്നു. ആ ശൈലൂഷനെയും അദ്ദേഹത്തിന്റെ അനുയായികളായിട്ടുള്ള അനേകം പേരെയും ശ്രീരാമൻ നിഗ്രഹിക്കാനായിട്ട് ഭരതനെ നിർദ്ദേശിച്ചു എന്നാണ്. അങ്ങനെ സിന്ധു നദിയുടെ തീരത്ത് വസിച്ചിരുന്ന അഹങ്കാരിയായിട്ടുള്ള ഗന്ധർവനെയും ശൈലൂഷനെയും ഒക്കെ നിഗ്രഹിച്ച് അവിടെ ആ പ്രദേശത്തിന്റെ ഭരണം ഭരതപുത്രന്മാരായ തക്ഷനെയും പുഷ്കരനെയും ഏൽപ്പിച്ചു. ആ ദുഷ്ടന്മാരെ നിഗ്രഹിച്ചും ഒക്കെ ശിഷ്ടന്മാരെ പരിപാലിച്ചുകൊണ്ടായിരുന്നു അവരുടെ ആ രാജ്യഭാരം.
ലോകാപവാദം ഭയന്ന് സീതാദേവിയെ ഉപേക്ഷിക്കുകയും, അതും സീതാദേവി ഗർഭം ധരിച്ചിരുന്ന കാലത്താണ് ഉപേക്ഷിക്കുന്നത്. പിന്നീട് സീതാദേവി വാത്മീകി ആശ്രമത്തെ അഭയം പ്രാപിച്ചു. അവിടെ വെച്ചിട്ടാണ് രാമപുത്രന്മാർ ജനിക്കുന്നത്, ലവകുശന്മാരുടെ ജനനം. സീതാദേവിയുടെ ആ പരിശുദ്ധിയെ തിരിച്ചറിഞ്ഞ് തൻ്റെ പുത്രന്മാരായിട്ടുള്ള ലവകുശന്മാരെ അയോധ്യയിൽ മടക്കിക്കൊണ്ടുവന്ന് അഭിഷേകം നടത്തി താൻ ആ ബ്രഹ്മാംശം തന്നെയാണ് എന്ന് അറിഞ്ഞുകൊണ്ട്, ധരിച്ചുകൊണ്ട് തന്നെയാണ് വളരെ കാലം, 10,000 വർഷം രാജ്യം ഭരിച്ച് യാഗാദികളെ നടത്തിക്കൊണ്ട് ആണ് ആ ശ്രീരാമൻ ആ രാമാവതാര ഉദ്ദേശങ്ങളെ പൂർത്തിയാക്കിയത്. തൻ്റെ പ്രജകളോടുകൂടി അനുജന്മാരോടും ഒക്കെ ചേർന്ന് രാജ്യത്തെ വേണ്ടതുപോലെ ശ്രീരാമചന്ദ്രൻ രക്ഷിച്ചു. പിന്നീട് ആ സരയൂ നദിയിൽ ജലസമാധിയിൽ കൂടിയിട്ട് ദേഹത്യാഗം ചെയ്തു ആ ഭഗവാൻ. അങ്ങനെ ശ്രീരാമാവതാരത്തെ ഉപസംഹരിക്കുകയാണ് സുധാമഗമനം ചെയ്തുകൊണ്ട്. ഇങ്ങനെ അഗ്നി ഭഗവാൻ ഉപദേശിച്ചതായിട്ടുള്ള ഈ രാമകഥ ശ്രീനാരദ മഹർഷിയിൽ നിന്നും രാമകഥയെ നാരദന് ഉപദേശിച്ചതായിട്ടുള്ള രാമകഥയെയാണ് പിന്നീട് വാത്മീകി മഹർഷി രാമായണമായിട്ട് നമുക്ക് സമ്മാനിച്ചത്. പ്രസിദ്ധമായിട്ടുള്ള വാത്മീകി രാമായണം. രാമായണത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരു മഹത്വം വാത്മീകി രാമായണം കൂടാതെ അധ്യാത്മരാമായണം, അതിൻ്റെ മൂലകൃതി, നമുക്ക് അതിൻ്റെ ഭാഷാരൂപത്തിൽ അധ്യാത്മരാമായണം, കിളിപ്പാട്ട്, അതല്ലാതെ എത്രയോ ഭാഷകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള രാമായണങ്ങൾ, രാമചരിതമാനസവും കമ്പരാമായണവും ആനന്ദരാമായണവും, എത്രയോ രാമകഥകളുണ്ട്. ആ രാമകഥയുടെ സൗന്ദര്യം, വാത്മീകി രാമായണത്തിൻ്റെ ഒരു ഗരിമ, അതിനെ നന്നായി സംക്ഷേപിച്ചുകൊണ്ട് എന്താണ് രാമകഥയിൽ കൂടി നാം ഗ്രഹിക്കേണ്ടതായ അധ്യാത്മതത്വമെന്ന് നമുക്ക് ഉപദേശിച്ചു തരുന്നതായിട്ടുള്ള അധ്യാത്മരാമായണം. ഇതെല്ലാം തന്നെ വായിക്കുന്നതും പഠിക്കുന്നതും അതിലെ കഥാപാത്രങ്ങളെയെല്ലാം ഉൾക്കൊള്ളുന്നതും തീർച്ചയായിട്ടും ഏവർക്കും അതൊരു നല്ല സംസ്കാരത്തെ ഉണ്ടാക്കിയെടുക്കുവാൻ സഹായകമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് മഹാത്മാക്കൾ സദ്ഗ്രന്ഥങ്ങളെ പഠിക്കണം, കേൾക്കണം, അത് വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കണമെന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അങ്ങനെ ഈ അഗ്നി മഹാപുരാണത്തിൽ സംഗ്രഹിച്ചതായിട്ടുള്ള രാമകഥയെ ഇവിടെ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ശ്രീഹരേ നമഃ.